ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം എരിവും ഉണ്ടാവില്ല, എന്നാൽ നല്ല കളറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് ഏകദേശം 1/2 ടീസ്പൂൺ അടുത്ത് കണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പത്തിരി ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി ഇല്ല, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും എടുക്കുക കേട്ടോ. അത് നമുക്കിതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏതിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ 1 കപ്പിന് ഇരട്ടിയായിട്ട് വെള്ളം എടുത്താൽ മതിയേ. ഇനി നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്യാണ്ട് സിമ്മിലോട്ട് മാറ്റിയിട്ടാട്ടോ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു 2 കപ്പ് വെള്ളം 1 കപ്പ് അരിപ്പൊടിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാ പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, അതെല്ലാം കൂടെ ഒന്നുകൂടെ. അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് ഞാനിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ട്രേയിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ചൂട് ഒന്നിങ്ങനെ തണുത്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വല്ലാണ്ടങ്ങ് തണുക്കാൻ നിൽക്കണ്ട, നേരെ ചൂടോട് കൂടിയിട്ട് തന്നെ വേണ്ട നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് എന്തായാലും നമുക്ക് കുഴച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നിങ്ങനെ തണുത്ത് വരട്ടെ. ഇപ്പോൾ ഇത് കുറേശ്ശൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 1 ഉരുളക്കിഴങ്ങ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 1 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഇട്ട്, അധികം വലിപ്പം വേണ്ട, ഒരു മീഡിയം സൈസ് മതിയാവും. അതും അതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പിടിയോളം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ ചെറിയ ജീരകാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം തന്നെ ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും നിർബന്ധമില്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അതെല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും മറക്കരുതേ. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്നങ്ങ് എല്ലാം കൂടെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒട്ടലൊന്നും വരില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്നാക്കിയെടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ നാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു 3 പോർഷനാക്കി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പോർഷൻ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം എന്തുണ്ടല്ലോ നമ്മൾ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്താൽ മതി, അല്ലാണ്ട് കോല് വെച്ചിട്ടൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്, അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയിൽ ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു കത്തി എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയിട്ടാട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കട്ടിയിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് പരത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതായത് എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഓയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെന്താ വെച്ചാൽ അധികം വേവാനൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷം കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഒരു പുറം ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് ക്രിസ്പി ആക്കിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. ഏകദേശം ഒരു 5 മിനിറ്റോളം താഴ്ഭാഗം ഒന്ന് കുക്കായതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് താഴ്ഭാഗം ഏകദേശം ഒന്നിങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് അങ്ങ് കോരിയെടുത്താൽ മതി. ഇപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പതുക്കെ അങ്ങ് കോരിയെടുക്കാം. പുറമെ നല്ല ക്രിസ്പി ആട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്നതാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കൂടെ പറ്റുന്നതാണ്. നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.